കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചെലവിന് പൈസ ലഭിക്കുവാനായിട്ട് ഹിന്ദു നിയമത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സെക്ഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956 സെക്ഷൻ 21 അതുപോലെ തന്നെ സെക്ഷൻ 22. ഈ രണ്ട് സെക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ അറിയാം, ഒരു ചെലവിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച മരുമക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ടിലെ സെക്ഷൻ 21, 22 പ്രകാരം നമ്മുടെ അടുത്ത ബന്ധുക്കൾക്ക് എന്ത് ചെയ്യണം, അവരെ നോക്കുവാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല എന്നുണ്ടെങ്കിൽ അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനു വേണ്ടി അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് എതിരെയായിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയും അങ്ങനെ അവർക്ക് ചെലവിനുള്ള തുക മേടിച്ചെടുക്കുവാനും പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് ഇങ്ങനെയാണ്. സെക്ഷൻ 21 ആൻഡ് സെക്ഷൻ 22 ഓഫ് ദി ആക്ട് ക്രിയേറ്റ് ന്യൂ റൈറ്റ്സ് ഓഫ് സർട്ടൻ പേഴ്സൺസ് കോൾഡ് ഡിപ്പെൻഡൻസ്. അപ്പം നമ്മൾ ഡിപ്പെൻഡൻസ് എന്നുള്ള പേരിലാണ് ഇവരെ നമ്മൾ വിളിക്കുന്നത്. ഡിപ്പെൻഡൻസ് ആർ റിലേറ്റീവ്സ് ഓഫ് ഡിസീസ്ഡ് ഹിന്ദു ആൻഡ് ദേ ക്ലെയിം മെയിൻ്റനൻസ് എഗെയിൻസ്റ്റ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡിസീസ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഹയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ആ വ്യക്തി മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തിയുടെ പേരുള്ള പ്രോപ്പർട്ടി ഏതെങ്കിലും ഒരു ലീഗൽ ഹയേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധുവിനായിരിക്കും കിട്ടുവാനായിട്ട് ചാൻസ് ഉള്ളത്. ആ വ്യക്തിക്കെതിരായിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യുക, കേസ് ഫയൽ ചെയ്യുക. മനസ്സിലായത്? ഇനി അതല്ല, ലീഗൽ ഹയറിന് പകരം ഈ വ്യക്തി എന്ത് ചെയ്യുന്നു, തൻ്റെ പ്രോപ്പർട്ടി വേറെ ഏതെങ്കിലും ഒരാളുടെ പേരിൽ വിൽപ്പത്രമായിട്ട് എഴുതി വെക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ വിൽപ്പത്രം ആരുടെ പേരിലാണോ എഴുതിയിട്ടുള്ളത് അയാളുടെ ഉത്തരവാദിത്തമാണ് എന്ത്, മേൽപ്പറഞ്ഞ ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള പണം ചെലവിന് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എല്ലാവരും ഓർത്തിരിക്കുക. ഇങ്ങനൊരു പോയിന്റും ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്, ഒരു നിയമമുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. സെക്ഷനും ഓർത്തിരിക്കുക. സെക്ഷൻ 21 ആൻഡ് സെക്ഷൻ 22 ആക്ട് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.